ആരോഗ്യരംഗത്തെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം സംസ്ഥാനത്തിന് നൽകേണ്ട മുഴുവൻ തുകയും നൽകിയെന്ന കേന്ദ്ര സർക്കാർ വാദം കള്ളമെന്ന് ആരോഗ്യവകുപ്പ്. പണം നൽകാനുണ്ടെന്ന് തെളിയിക്കുന്ന NHM സ്റ്റേറ്റ് മിഷന്റെ രേഖകൾ മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ വെച്ചു. കേന്ദ്രത്തിന് അയച്ച കത്തിന്റെ മറുപടികളിൽ പണം നൽകാനുണ്ടെന്ന് വ്യക്തമായി ചൂണ്ടിക്കാട്ടുമ്പോഴാണ് മുഴുവൻ പണവും നൽകിയെന്ന വ്യാജപ്രചാരണം. ദേശീയ ആരോഗ്യ മിഷന്റെ ഭാഗമായ മുഴുവൻ തുകയും നൽകിയിട്ടുണ്ട് എന്നതായിരുന്നു സംസ്ഥാനത്ത് BJPയുടെ പ്രചാരണം. മിഷന്റെ ഭാഗമായ ആശാവർക്കർമാരുടെ ഇൻസെന്റീവായ 100 കോടി ഉൾപ്പെടെ കേന്ദ്രം നൽകിയിട്ടില്ല. ഇതിനിടെയാണ് മുഴുവൻ തുകയും നൽകിയെന്ന് വ്യാജപ്രചരണം അഴിച്ചുവിട്ടത്. കോ ബ്രാൻഡിംഗിന്റെ പേരിൽ തടഞ്ഞുവെച്ച കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ക്യാഷ് ഗ്രാന്റിൽ 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ലെന്ന് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ക്യാഷ് ഗ്രാന്റുമായി ബന്ധപ്പെട്ട യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് സംസ്ഥാനം നേരത്തെ കേന്ദ്രത്തിന് അയച്ചിരുന്നു. 2025 ഫെബ്രുവരി വരെയുള്ള ഫിനാൻഷ്യൽ മോണിറ്ററിംഗ് റിപ്പോർട്ടുകളും ഇതിനോടകം കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് കേന്ദ്രത്തിന് ലഭ്യമാക്കുമ്പോഴാണ് അടുത്ത ഗഡു ഫണ്ട് അനുവദിക്കുക. ഇത് സംബന്ധിച്ച് NHM സ്റ്റേറ്റ് മിഷൻ നൽകിയ രേഖകൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ വച്ചു. ഇതിൽ കേന്ദ്രം കേരളത്തിന് പണം നൽകാനുണ്ടെന്നത് വ്യക്തമാണ്. കേന്ദ്രം സംസ്ഥാനത്തിന് നൽകാനുള്ള തുകയ്ക്കായി 3 തവണ മന്ത്രി വീണ ജോർജ് കത്തയച്ചിരുന്നു. 2023 നവംബർ 27, 2024 ജൂൺ 24, 2024 ഒക്ടോബർ 17 എന്നീ തീയതികളിലാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി, കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി, സ്റ്റേറ്റ് മിഷൻ, നാഷണൽ മിഷൻ എന്നിവർക്ക് കത്തയച്ചത്. സംസ്ഥാനത്തിന് കേന്ദ്രവിഹിതം നൽകാനുണ്ടെന്ന് ഈ കത്തുകളുടെ മറുപടികളിൽ വ്യക്തം. NHMന്റെ ആശ ഉൾപ്പെടെയുള്ള സ്കീമുകൾക്കോ സാധാരണ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കോ 1 രൂപ പോലും 2023-24 സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ചില്ല. കേന്ദ്രം തരാനുള്ള 826.2 കോടിയിൽ ഇൻഫ്രാസ്ട്രക്ചർ മെയിന്റനൻസിനും കൈൻഡ് ഗ്രാന്റിനും വേണ്ടിയുള്ള 189.15 കോടി രൂപ മാത്രമാണ് അനുവദിച്ചത്. എന്നാൽ ആശമാരുടെ ഇൻസെന്റീവ് ഉൾപ്പെടെ ബാക്കി 636.88 കോടി രൂപ ഇനിയും ലഭിക്കാനുണ്ട്. നിലവിൽ കേന്ദ്രവിഹിതം ലഭിക്കാത്തതിനാൽ കേരളം സംസ്ഥാന വിഹിതം ഉപയോഗിച്ചാണ് NHM പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.